നാട്ടിലെത്തി വോട്ട് ചെയ്ത് പ്രിയപ്പെട്ടവർക്കൊപ്പം വിഷു ആഘോഷിക്കാമെന്ന പ്രവാസിയുടെ മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് വിമാന കമ്പനികൾ. വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കുതിച്ചുയർന്നു. സാധാരണ നിരക്കിന്റെ 3 ഇരട്ടി വരെ നൽകേണ്ടി വരുന്ന അവസ്ഥ പ്രവാസികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിമാന കമ്പനികൾ ഈ കൊള്ള തുടരുന്നത്? ഇറാൻ അമേരിക്ക സംഘർഷം നിങ്ങളുടെ യാത്രാ ബജറ്റിനെ എങ്ങനെയാണ് തകിടം മറിക്കുന്നത്? യുദ്ധഭീതിയും വ്യോമപാതകളിലെ നിയന്ത്രണങ്ങളും ടിക്കറ്റ് നിരക്കിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്നും കുതിച്ചുയർന്ന ഈ നിരക്കുകൾക്കിടയിൽ പ്രവാസികൾക്ക് ആശ്വാസകരമായ വാർത്ത എന്താണെന്നും ഒന്നറിയാം. വിമാന ടിക്കറ്റിന് 2 മുതൽ 3 ഇരട്ടി വരെ വില വർദ്ധിച്ചതോടുകൂടി ഒരാഴ്ച അവധിയെടുത്ത് നാട്ടിലെത്തി വോട്ടും ചെയ്ത് വിഷുക്കണിയും കണ്ടു മടങ്ങാമെന്ന പ്രവാസിയുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയായി. ഇറാൻ അമേരിക്ക സംഘർഷം മൂലം വിമാന ഇന്ധനമായ ATF-ന് വില കൂടിയതാണ് നിരക്കുയരാൻ കാരണം. രാജ്യത്തെ നഗരങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സ്കൂൾ അവധിക്കാലത്ത് കുടുംബസമേതം എത്തുന്ന പ്രവാസികളാണ് കുടുങ്ങിയത്. വിമാന ഇന്ധനത്തിന് 1 കിലോ ലിറ്ററിന് ഏകദേശം 2 ലക്ഷത്തോളം വില വർദ്ധിച്ചു. യുദ്ധമേഖലകളിലൂടെയോ സമീപത്തു കൂടിയോ പറക്കുന്ന വിമാനങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ വാർ റിസ്ക് പ്രീമിയം എന്ന നിലയിൽ വൻതുകയും ഈടാക്കുന്നുണ്ട്. ഇതോടെ എയർ ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചത് 3 ഇരട്ടിയാണ്. ഗൾഫിലെ പല വിമാനത്താവളങ്ങളും സുരക്ഷാ കാരണങ്ങളായി ഭാഗികമായി അടച്ചിടുകയോ സർവീസുകൾ കുറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും സർവീസ് കുറവായതിനാൽ വൻ നിരക്കാണ് ഈടാക്കുന്നത്. ബജറ്റിനും അപ്പുറം 4 അംഗ കുടുംബത്തിന് രാജ്യത്തെ നഗരങ്ങളിൽ നിന്നും നാട്ടിലെത്താൻ മുമ്പ് 25,000 രൂപയോളം വരുമായിരുന്നു. ഇതാണ് ഒറ്റയടിക്ക് 1/2 ലക്ഷമായി ഉയർന്നത്. ട്രെയിൻ യാത്രയ്ക്ക് കൂടുതൽ സമയം എടുക്കുമെന്നതിനാൽ ചെറിയ അവധിക്ക് വരുന്നവർക്ക് അത് അനുയോജ്യമല്ല. ഇതിനിടെ ട്രെയിനിലും ടിക്കറ്റ് കിട്ടാനില്ല. രാജ്യത്തിന് പുറത്തു നിന്നാണെങ്കിൽ 4 അംഗ കുടുംബത്തിന് നാട്ടിലെത്താൻ 50,000 രൂപ ചെലവാക്കിയെടുത്ത് ഇന്ന് 1.5 ലക്ഷമെങ്കിലും വേണം. ചെന്നൈയിലേക്കും മുംബൈയിലേക്കുമുള്ള എയർ ടിക്കറ്റ് നിരക്ക് ഉയർന്നത് മിതമാണെങ്കിലും ഡൽഹി, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഇരട്ടിയോളം കൂടി. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് 3 ഇരട്ടിയോളം വർദ്ധിച്ചു. പ്രവാസികൾക്ക് ആശ്വാസമുള്ള മറ്റൊരു കാര്യമുണ്ട് ഇതിന്റെ ഇടയിൽ. ഇറാന് നേരെയുള്ള US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന വ്യോമപാത തുറന്നിരിക്കുകയാണ് ഗൾഫ് രാജ്യമായ ബഹ്റിൻ. വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സിവിൽ ഏവിയേഷൻ കാര്യാലയത്തിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് നടപടി. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു മുൻകരുതൽ നടപടി എന്ന നിലയിൽ വ്യോമപാത താൽക്കാലികമായി അടച്ചത്. സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ നിയന്ത്രണം നീക്കിയത്. ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വിമാന സർവീസുകൾ സുഗമമായി നടത്തുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വ്യോമപാത തുറന്നതോടുകൂടി കുടുങ്ങിക്കിടന്ന വിമാന സർവീസുകൾ ഉടൻ തന്നെ സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ അടച്ചിട്ടിരുന്ന ചില വ്യോമപാതകൾ തുറന്നത് പ്രവാസികൾക്ക് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കിയതോടുകൂടി വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വിമാനത്താവളങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി സീറ്റുകളുടെ ലഭ്യത വർദ്ധിക്കാനും അതുവഴി വരും ദിവസങ്ങളിൽ നിരക്കുകളിൽ നേരിയ കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. വോട്ടിംഗും വിഷുവും ഒരുപോലെ ആഘോഷിക്കാൻ കാത്തിരുന്ന പ്രവാസിക്ക് ഈ അവധിക്കാലം കടുത്ത സാമ്പത്തിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ട്രെയിൻ മാർഗമുള്ള യാത്രകൾക്ക് സമയപരിധിയും ടിക്കറ്റ് ക്ഷാമവും തടസ്സമാകുമ്പോൾ വിമാന കമ്പനികളുടെ ഈ അമിത നിരക്ക് വർധനവിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സർക്കാരുകൾ ഇടപെട്ട് അടിയന്തരമായ വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുകയും നിരക്ക് നിയന്ത്രിക്കുകയും ചെയ്താൽ മാത്രമേ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കൂ. സുരക്ഷിതമായും കുറഞ്ഞ ചെലവിലും നാട്ടിലെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം പ്രവാസികൾക്കുണ്ടാകണം.